ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ട്, വിരാട് കോഹ്ലി. പണ്ട് ഈ രണ്ട് സാധനത്തിന് തീരെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് കരിയർ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തിനാണ് ഈ മനുഷ്യനെ ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇയാൾ ഫിനിഷ്ഡ് ആണ്, അവനെ ഒഴിവാക്കി ടീമിൽ നിന്ന് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിരാട് കോഹ്ലി ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും എനിക്കെതിരെ ഇങ്ങനെ വരുന്നത്. അന്ന് വിരാട് കോഹ്ലി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, യെസ് ഐ ഹാവ് ടു ചേഞ്ച് മൈസെൽഫ്. ഈ സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞില്ല, അവിടുത്തെ കോച്ചിനെ കുറ്റം പറഞ്ഞില്ല, കുറ്റം പറയുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞില്ല, ഓഡിയൻസിനെ കുറ്റം പറഞ്ഞില്ല. ആൾക്ക് മനസ്സിലായിരുന്നു, യെസ് ഐ എം നോട്ട് ഡിസിപ്ലിൻ, ഐ എം നോട്ട് കൺസിസ്റ്റന്റ്. ഞാൻ എന്റെ കഴിവിനെ അതിനങ്ങ് വിട്ടു, അല്ലെങ്കിൽ ഞാൻ എന്റെ കഴിവ് മാത്രം എന്നെ എവിടെയെങ്കിലും എത്തിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിസിപ്ലിൻ ആയിരുന്നില്ല, കൺസിസ്റ്റന്റ് ആയിരുന്നില്ല, പണിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഐ ഹാവ് ടു ചേഞ്ച് മൈസെൽഫ്. ഞാനാണ് മാറേണ്ടത്, ഞാൻ മാറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അത് റിയലൈസ് ചെയ്തതിനു ശേഷം കൃത്യമായ പ്ലാനോടും സ്ട്രാറ്റജിയോടും ലൈഫ് സ്റ്റൈലും റൂട്ടീനും ഒക്കെ കാരണം ഇന്ന് നമ്മൾ അറിയുന്ന ഏറ്റവും ടോപ്പ് ക്രിക്കറ്റേഴ്സിലായിട്ട് മാറിയതാണ് വിരാട് കോഹ്ലി. നമ്മുടെയും പ്രശ്നം ഇത് തന്നെയാണ്, നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളും.